ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ക്ലോക്ക്, റിമോട്ട് ഇതെല്ലാം വലിയ ബാറ്ററി കൊണ്ട് വർക്ക് ചെയ്യുന്നതാവും. അപ്പോൾ ഇതിൽ ബാറ്ററി തീർന്നതിനാൽ വേഗം പോയി വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് നമുക്ക് എങ്ങനെ ചെറിയ ബാറ്ററി കൊണ്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വലിയ ബാറ്ററിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം 2 ചെറിയ ബാറ്ററിയാണ്. ഇനി ചെറിയ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ റിമോട്ട് വർക്ക് ചെയ്യിക്കാൻ നോക്കാം. അതിന് വേണ്ടത് നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം ഉപയോഗിച്ച ശേഷം കളയാൻ വെച്ചിരിക്കുന്ന സ്ക്രബ്ബറാണ്. ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത പീസ് നമുക്ക് 2 കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ചെറിയ ബാറ്ററി റിമോട്ടിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു ബോൾ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല അമർത്തി വെച്ച് കൊടുക്കുക. നല്ല ടൈറ്റ് ആയിട്ടിരിക്കേണ്ട രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് അടുത്ത ബാറ്ററി വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ സ്ക്രബ്ബർ ബോൾ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ടൈറ്റ് ആക്കണം. ഞാനിവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചതിന് ശേഷം നമുക്ക് സാധാരണ പോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരുന്നു. നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി അടുത്തത് കുക്കർ എന്തെങ്കിലും വേവിക്കുമ്പോൾ തിളച്ച് പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിൻ്റെ അടുപ്പെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. നിങ്ങൾ ഇതിൻ്റെ പകുതി എണ്ണ മാത്രം എടുത്താൽ മതിയാവും. ഇനി 2 മിനിറ്റ് വെച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത ടിപ്പ് എങ്ങനെ നമുക്ക് ചപ്പാത്തിപ്പൊടി കുറേ കാലം കേടുപാടൊന്നുമില്ലാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചപ്പാത്തിപ്പൊടി മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചപ്പാത്തിപ്പൊടി സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളാണ്. ഞാനിവിടെ എയർ ടൈറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിപ്പൊടി മാത്രമല്ല, അരിപ്പൊടി, ഗോതമ്പ് പൊടി ഇതെല്ലാം നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂപ്പൽ, ഫംഗസ് അങ്ങനെയൊന്നും ഇതിലൊരിക്കലും വരില്ല. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. എത്ര കാലം വേണമെങ്കിലും ഇതൊരു കേടും കൂടാതെ ഇരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 2 പീസായി മുറിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പീസ് നമുക്ക് കംഫർട്ടിൻ്റെ അടപ്പിലേക്ക് നന്നായി അമർത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഞ്ചിയുടെ തൊലി കൈ വേദനിക്കാതെ വളരെ എളുപ്പത്തിൽ കളയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതുവരെയുള്ള എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടൂത്ത് പേസ്റ്റിൻ്റെ കഴിഞ്ഞ കവറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്കൊരു ടിപ്പ് നോക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച ശേഷം വേസ്റ്റായി കളയാൻ വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് സൊല്യൂഷൻ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പേസ്റ്റ് ഒന്ന് എടുക്കണം. അതിനായിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. എത്ര അഴുക്ക് പിടിച്ച സ്ഥലങ്ങളിൽ നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് നന്നായി കുലുക്കി ഇതൊരു ബോട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ട്.
അതിൽ മുഴുവൻ പേസ്റ്റും വെള്ളമാക്കി ഇതിലേക്ക് പാർന്നതിന് ശേഷം നമുക്ക് നന്നായി ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് ഗ്യാസ് സ്റ്റൗവിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ഗ്യാസ് സ്റ്റൗ, അതേപോലെ ടൈൽസ്, ഇതെല്ലാം നമുക്ക് ഇതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് എല്ലായിടത്തും നന്നായി സ്പ്രേ ചെയ്ത് നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഗ്യാസ് സ്റ്റൗവും ടൈൽസും എല്ലാം ഇത് നന്നായി വർക്കാവും. ഇതുമുണ്ടായിരുന്ന എല്ലാ ചളിയും നമുക്ക് പെട്ടെന്ന് റിമൂവായി കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. എണ്ണ നമുക്കിങ്ങനെ ഒരുപാട് കാലം ഒരു കേട് കൂടാതെ സൂക്ഷിക്കാൻ നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എണ്ണയുടെ അളവിനനുസരിച്ച് ഉപ്പിൻ്റെ അളവും കൂട്ടാവുന്നതാണ്. ഇനി എണ്ണയുടെ അളവിനനുസരിച്ച് തന്നെ കുരുമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്കൊരു കുഴപ്പവും കൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന ചായ ഗ്ലാസിൻ്റെ ഉൾഭാഗം ഇതുപോലെ കറ പിടിച്ച് കിടക്കുന്നുണ്ടാവുമല്ലോ. ഇത് നമുക്കിങ്ങനെ പെട്ടെന്ന് റിമൂവ് ആക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂൺ അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഉൾഭാഗം സ്ക്രബ് ചെയ്ത പോലെ തന്നെ പുറം ഭാഗം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. വെറും വിനാഗിരി അപ്പസോഡ ഉപയോഗിച്ച് നമ്മുടെ ഈ ക്ലാസ്സിനെ വെട്ടി തിളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.